രഞ്ജിത്തുമായുള്ള അന്വേഷണ സംഘത്തിന്റെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ സ്ക്രീനിൽ രണ്ട് ഫ്രെയിമുകൾ കാണുന്നുണ്ട്. അതിൽ ഒന്ന് ഇടതുവശത്ത് കാണുന്നത് ഈ രഞ്ജിത്തുമായുള്ള അന്വേഷണ സംഘത്തിന്റെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു അന്വേഷണ സംഘം രഞ്ജിത്തുമായി പോകുന്നത്. അതിനെ മാധ്യമങ്ങൾ ഫോളോ ചെയ്യുകയാണ്, ആ വാഹനത്തെ. അതാണ് നമ്മൾ ഒന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ. മറ്റൊന്ന് ഈ ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നേരത്തെ ഉണ്ടായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിലവിൽ രഞ്ജിത്തിനെ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ദേഹാസ്വാസ്ഥ്യം, പിന്നീട് ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ പോകുന്നു. നേരത്തെയും നമുക്കറിയാവുന്ന പോലെ രഞ്ജിത്തിനെതിരെ സമാനമായ പീഡന പരാതികൾ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ എത്തി തോന്നുന്നു. സഹിൻ, ലൊക്കേഷൻ എത്തിയല്ലേ? തീർച്ചയായിട്ടും മജിസ്ട്രേറ്റിന്റെ വീടിന്റെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. രഞ്ജിത്തിനെ കാണുന്നത് പോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ വീടിന്റെ മുന്നിലാണ് രഞ്ജിത്ത് എത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിൽ രഞ്ജിത്തുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് രഞ്ജിത്തിനെ കയറ്റുകയും ചെയ്യും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രഞ്ജിത്തുമായുള്ള പോലീസ് വാഹനം ഇപ്പോൾ ഒരിടത്ത് നിർത്തി. അതിനുശേഷം വീണ്ടും ആ വാഹനം മുന്നോട്ട് പോവുകയാണ്. അന്വേഷണ സംഘം ഇദ്ദേഹവുമായി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ വലിയ വ്യക്തതയില്ല. ഇത് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണോ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണോ അതോ മറ്റെവിടെയെങ്കിലും ഒരു റോഡ് വഴി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുറകിൽ എല്ലാവരും ഓടുന്നുണ്ട്. സഹിൻ ആൻ്റണി അടക്കം ഓടുന്നത് നമുക്ക് കാണാം. വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്, ഈ രഞ്ജിത്തുമായുള്ള വാഹനം. ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ, യുവതിയുടെ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത്. ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു പോലീസ്. അതിനുശേഷമാണ് ഈ രഞ്ജിത്തിൻ്റെ അറസ്റ്റിലേക്ക് കടന്നത്. ഇന്നലെ എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് അറസ്റ്റ് ഉണ്ടായേക്കും എന്ന ചെറിയ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കെ വഴിമധ്യയിലാണ് പോലീസ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന്. രഞ്ജിത്ത് ആ വാഹനത്തിനുള്ളിലുണ്ട്. അദ്ദേഹം നേരത്തെയൊക്കെ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടും പ്രതികരണങ്ങളൊക്കെ ചോദിക്കുന്ന ഘട്ടത്തിൽ ഒന്നും പറയാതെ പിന്മാറുകയായിരുന്നു. പറഞ്ഞതെല്ലാം ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ മാത്രമേ അവർക്ക് പറയാനും സാധിക്കുകയുള്ളൂ. കെട്ടിച്ചമച്ച പരാതിയാണ് എന്ന് പറയുകയായിരുന്നു രഞ്ജിത്ത്. നേരത്തെ സമാനമായ പരാതികൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായ ഘട്ടങ്ങളിലും രഞ്ജിത്ത് ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഈ സംഭവം നടന്ന കാലപ്പഴക്കം അതൊക്കെയും കണക്കാക്കി കോടതികൾ ആ വിഷയം തള്ളുകയായിരുന്നു. ഒന്ന് ഹൈക്കോടതിയും മറ്റൊന്ന് കർണാടക ഹൈക്കോടതിയും, രണ്ടുപേരും ആ കേസുകൾ രണ്ടും തള്ളുകയായിരുന്നു. പക്ഷേ ഇത് അങ്ങനത്തെ സംഭവമല്ല. ഇത് കുറച്ച് കാമ്പുള്ള പരാതിയാണ്. അത് നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതും പിന്നീട് തുടർ നീക്കങ്ങൾക്ക് അതീവ രഹസ്യമായി ഈ നീക്കങ്ങളൊക്കെയും നടത്തിയതും. ഈ പോലീസും അതേപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച SITയെയും ഈ പെൺകുട്ടി സമീപിച്ചിരുന്നു, പരാതി നൽകിയിരുന്നു. ആദ്യം പരാതി കൊടുക്കുന്ന ഘട്ടത്തിൽ ഈ സിനിമയിലെ ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിക്ക് മുന്നാകെ ഈ പരാതി എത്തുകയായിരുന്നു. അതായത് ഈ പെൺകുട്ടി രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ പെൺകുട്ടിയാണ്. കൂടുതൽ മികച്ച ഒരു റോള് നൽകാം എന്ന് പറഞ്ഞ് ക്യാരവാനിലേക്ക് വിളിച്ചു വരുത്തി അതിനെ കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ രഞ്ജിത്ത്. അങ്ങനെ ആ സിനിമയുടെ തന്നെ ആഭ്യന്തര പരിഹാര സമിതിക്ക് മുന്നിൽ, പരാതി പരിഹാര സമിതിക്ക് മുന്നിൽ ഈ ഒരു പരാതി എത്തുന്നുണ്ട്. അവിടെ വച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമമൊന്നും ഫലം കണ്ടില്ല. പെൺകുട്ടി അതിനോടൊന്നും സമ്മതിച്ചിരുന്നില്ല. പിന്നീടാണ് ഇതൊരു നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ ഈ പെൺകുട്ടി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതിപ്പെടുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കാനായി രൂപീകരിച്ച SITക്ക് മുന്നിൽ പരാതിപ്പെടുന്നതും. പിന്നീട് നടന്ന അന്വേഷണത്തിനും രഹസ്യ നീക്കങ്ങൾക്കുമൊക്കെയും ഒടുവിൽ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി വനിതാ
പോലീസ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു. അതും അതീവ രഹസ്യമായിട്ടാണ് രേഖപ്പെടുത്തിയത്. പിന്നാലെയാണ് ഈ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതും ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് ചെയ്യുന്നതും ഒരു 9-9:15 മണിയോടുകൂടി അറസ്റ്റ് ചെയ്യുന്നതും. അതിന് പിന്നാലെ നമ്മൾ ഈ കാണുന്ന ഒരു നിലയിലേക്ക് ആ കേസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിനുള്ളിലേക്ക് ഈ വാഹനം എത്തി. ആ വാഹനത്തിനുള്ളിൽ രഞ്ജിത്തുണ്ട്. അല്പസമയത്തിനകം രഞ്ജിത്തിനെ അന്വേഷണ സംഘം പുറത്തേക്ക് ഇറക്കും. സഹിൻ ആന്റണി ഈ വാഹനത്തെ പിന്തുടർന്ന് സഹിൻ ആന്റണിയും അവിടെ തന്നെയുണ്ട്. സഹിൻ, ഇത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ തന്നെയാണല്ലോ അല്ലേ? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന് വഴി തെറ്റി എന്നുള്ളതാണ്. ഏതായാലും തൊട്ടടുത്ത ഇടത്ത് തന്നെയാണ് ഈ മജിസ്ട്രേറ്റിൻ്റെ വീട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ രഞ്ജിത്തിനെ പുറത്തേക്ക് ഇറക്കാതെ നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സ്ഥലം മാറിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വഴി തെറ്റിയാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറേ, ഇവിടെ തന്നെയല്ലേ? മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ തന്നെയാണ് എത്തിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ തന്നെയാണ് എന്നുള്ളതാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ രഞ്ജിത്തിനെ ഇങ്ങോട്ടേക്ക് അല്പനേരം മുൻപാണ് എത്തിച്ചത്. മാഡം, ഇവിടെ തന്നെയാണോ? സ്ഥലം തെറ്റിയിട്ടുണ്ടോ? വഴി തെറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ സേതു പറഞ്ഞോളൂ, കേൾക്കുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഇതിപ്പം ഇത് എവിടെ, ഈ സ്ഥലം ഏതാ? മരട് ഭാഗമാ? മരട് ഭാഗമാണ്. നമ്മുടെ ഓഫീസിനോട് ചേർന്നുള്ള ഇടത്ത് തന്നെയാണ് ഈ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ പല ആളുകളും താമസിക്കുന്ന ഒരു വില്ല കൂടിയാണ്. നമ്മുടെ ഓഫീസിലെ ചില ആളുകളൊക്കെ താമസിക്കുന്ന ഒരു വില്ല കൂടിയാണ്. ഇവിടെ ആയിരുന്നു മജിസ്ട്രേറ്റ് ഉള്ളത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. പക്ഷേ ഇവിടെയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസിന് വഴി തെറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സേതു.